കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC മലയാളം സീരീസിൽ എതിർലിംഗം എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എതിർലിംഗം എന്ന ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്കിൽ പല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു വാക്ക് തന്നിട്ട് ഇതിൻ്റെ എതിർലിംഗം ഏത്, അതായത് പുല്ലിംഗമാണെങ്കിൽ സ്ത്രീലിംഗം ഏത്, സ്ത്രീലിംഗമാണെങ്കിൽ പുല്ലിംഗം കണ്ടെത്തണം. അല്ലെങ്കിൽ 4 ഓപ്ഷൻസിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്, ലിംഗം 3 പുല്ലിംഗമായിരിക്കും, 1 സ്ത്രീലിംഗമായിരിക്കും. ഈ പല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ ഒരുപാട് തിയറി പഠിക്കുകയല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ടോപ്പിക്ക് മുഴുവനാക്കാൻ കഴിയും. ഇന്ന് 2024, 2025 വർഷത്തിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് തന്നിട്ടുള്ളത്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു വർഷത്തിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് 2024, 2025 ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്ത്രീലിംഗം, പുല്ലിംഗം. ഒന്നാമത്തെ ക്വസ്റ്റ്യന് എതിർലിംഗം എഴുതുക. ലേഖകൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ലേഖിണി, ഓപ്ഷൻ ബി ലേഖിക, ഓപ്ഷൻ സി ലേഖക, ഓപ്ഷൻ ഡി ലേഖിക. ആൻസർ തരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ആൻസർ കണ്ടെത്തി വെക്കുക. എന്നിട്ട് സ്വയം വിലയിരുത്തുക എത്രത്തോളം നമുക്കിത് കണ്ടെത്താൻ കഴിയുന്നുണ്ടെന്ന്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ക്ലാസ് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാം. എതിർലിംഗം എഴുതുക. ലേഖകൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ലേഖിക. ലേഖകൻ്റെ എതിർലിംഗം ലേഖിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ നേതാവ് നേത്രി, ഓപ്ഷൻ ബി വിദ്വാൻ വിദുഷി, ഓപ്ഷൻ സി കവി കവിയിത്രി, ഓപ്ഷൻ ഡി അപായം ഉപായം. എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. നേതാവ് പുല്ലിംഗമാണ്, നേതാവിൻ്റെ സ്ത്രീലിംഗം നേത്രിയാണ്, കറക്റ്റ് ഓപ്ഷനാണ്. ദെൻ വിദ്വാന് വിദുഷി, വിദ്വാൻ്റെ എതിർലിംഗം വിദുഷിയാണ്. കവിയുടെ എതിർലിംഗം സ്ത്രീലിംഗം കവയിത്രിയാണ്, കവിയത്രി തെറ്റാണ്, കവയിത്രിയാണ് ശരി. ദെൻ ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ അപായം ഉപായം, ഇത് വിപരീത പദങ്ങളാണ്, എതിർലിംഗ ജോഡികളല്ല. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കവി കവിയിത്രി, തെറ്റായ ഓപ്ഷനാണ്. കവയിത്രിയാണ് ശരി. കവയിത്രിയാണ് ശരിയായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ നായകൻ നായകി, ഓപ്ഷൻ ബി തപസി തപസിനി, ഓപ്ഷൻ സി ശ്വശുരൻ ശ്വശ്രു, ഓപ്ഷൻ ഡി ഉപാധ്യായൻ ഉപാധ്യായി. നായകൻ പുല്ലിംഗമാണ്, നായകൻ്റെ സ്ത്രീലിംഗം നായകിയാണ്. തപസി തപസിയുടെ സ്ത്രീലിംഗം തപസിനി. ശ്വശുരൻ ശ്വശ്രുവാണ്. ഉപാധ്യായൻ ഉപാധ്യായി തെറ്റാണ്. ഉപാധ്യായി എഴുതുന്നത് എങ്ങനെയാണ്? ഉപാധ്യായൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് ഉപാധ്യായിനിയാണ്. ഉപാധ്യായിനിയാണ് ശരിയായിട്ടുള്ള സ്ത്രീലിംഗം. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തതാണ് ഓപ്ഷൻ ഡി ഉപാധ്യായൻ ഉപാധ്യായിയാണ് തെറ്റായിട്ടുള്ള എതിർലിംഗ ജോഡികൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നായകൻ നായകി, തപസി തപസിനി, ശ്വശുരൻ ശ്വശ്രു. ശ്വശുരൻ മീൻസ് അമ്മായിയപ്പനാണ്, ശ്വശ്രു എന്ന് പറയുന്നത് അമ്മായിയാണ്. ദെൻ ഉപാധ്യായൻ എന്ന് പറയുന്നത് എന്താണ്? പുരുഷ അധ്യാപകനെയാണ് ഉപാധ്യായൻ എന്ന് പറയുന്നത്. ഉപാധ്യായിനി എന്ന് പറയുന്നത് സ്ത്രീ അധ്യാപികയാണ് ഉപാധ്യായി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. 1, 2, 3 തന്നിട്ടുണ്ട്. രക്ഷകൻ രക്ഷിക, സോമി സോമിജി, കാന്തൻ കാന്ത. ശരിയായിട്ടുള്ള സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ശരിയായിട്ടുള്ളതാണ്, തെറ്റായിട്ടുള്ളതല്ല. ശരിയായിട്ടുള്ളവയാണ് കണ്ടെത്തേണ്ടത്. രക്ഷകൻ രക്ഷിക. രക്ഷകൻ രക്ഷിക അറിയുന്നത് ശരിയായിട്ടുള്ളതാണ്. സോമി സോമിജി തെറ്റായിട്ടുള്ള ജോഡിയാണ്.
സോമിയുടെ സ്ത്രീലിംഗം വരുന്നത് സോമിനിയാണ്. സോമിനിയാണ് കറക്റ്റ്. ദെൻ കാന്തൻ, കാന്ത കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. കാന്തൻ എന്ന് പറയുന്നത് ഭർത്താവ് എന്നാണ് അർത്ഥം വരുന്നത്. കാന്ത എന്ന് പറയുന്നത് ഭാര്യ. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരിയായ സ്ത്രീലിംഗ ശബ്ദം രക്ഷകൻ, രക്ഷിക, കാന്തൻ, കാന്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വാക്കാണ് കവി. ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കവിയുടെ സ്ത്രീലിംഗം എന്താണ്? ഓപ്ഷൻസ്: എ കവിയത്രി, ബി കവയത്രി, സി കവയിത്രി, ഡി കവിയിത്രി. കവിയുടെ സ്ത്രീലിംഗം കവയിത്രി. കവയിത്രിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കവി, കവയിത്രി. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രേക്ഷിത, ഓപ്ഷൻ ബി പ്രേക്ഷിത, ഓപ്ഷൻ സി പ്രേക്ഷക, ഓപ്ഷൻ ഡി പ്രേക്ഷക. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം പ്രേക്ഷക. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പ്രേക്ഷകൻ, പ്രേക്ഷക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീലിംഗ ശബ്ദമേതുക? കവി. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഒരേ വർഷത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കവി. എ കവയത്രി, ബി കവയിത്രി, സി കവിയത്രി, ഡി കവിയിത്രി. ഏതാണ് കറക്റ്റ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കവയിത്രിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. 1, 2, 3. നമ്പ്യാർ, നാടാർ, നമ്പി. ഏതാണ് കറക്റ്റായിട്ടുള്ളത്? നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നങ്ങ്യാർ എന്നാണ്. നമ്പ്യാർ പുല്ലിംഗം, അതിൻ്റെ സ്ത്രീലിംഗം നങ്ങ്യാർ എന്നാണ്. അപ്പോൾ നമ്പ്യാർ, നങ്ങ്യാർ. ഇവിടെ ആൻസർ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നമ്പ്യാർ, സ്ത്രീലിംഗം നങ്ങ്യാർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം ഏത്? പുല്ലിംഗത്തിൻ്റെ പ്രത്യയങ്ങൾ ഏതാണ്? നമ്മൾ ക്ലാസ് എടുത്തതാണ്. പുല്ലിംഗത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് അൻ എന്നാണ്. അവൻ എന്ന് പറയുന്ന അൻ ആണ് പുല്ലിംഗത്തിൻ്റെ പ്രത്യയമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അൻ എന്ന് വരുന്നത് ഏതൊക്കെയാണ്? എ ബി സി ഡിയിൽ നോക്കുക. എ കണ്ടിതു, ബി കണ്ടാൻ, സി വന്നിതു, ഡി വന്നാൾ. ഇവിടെ അൻ എന്ന് വരുന്നത് കണ്ടാൻ ഈ വാക്കിലാണ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി കണ്ടാൻ എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രത്യയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പുല്ലിംഗത്തിന് അൻ എന്ന പ്രത്യയമാണ് വരുന്നത്. സ്ത്രീലിംഗമാകുമ്പോൾ അൾ എന്ന പ്രത്യയം വരുന്നുണ്ട്, തീ എന്ന് വരുന്നുണ്ട്, ടി എന്ന് വരുന്നുണ്ട്, അതുപോലെ ചി എന്ന പ്രത്യയം, ഇവയെല്ലാം വരുന്നുണ്ട്. നമ്മൾ എതിർലിംഗത്തിൻ്റെ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പുസ്തകത്തിൽ വരുമ്പോൾ ത്, അം എന്നൊക്കെ പ്രത്യയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പുല്ലിംഗത്തിൻ്റെ പ്രത്യയമായിട്ട് വരുന്നത് ആനാണ്. ഇവിടെ കണ്ടാനാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉദ്യാനപാലകൻ സ്ത്രീലിംഗം എഴുതുക. ഉദ്യാനപാലകൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ എ ഉദ്യാനപാലക, ഓപ്ഷൻ ബി ഉദ്യാനപാലകി, ഓപ്ഷൻ സി ഉദ്യാനപാലിനി, ഓപ്ഷൻ ഡി ഉദ്യാനപാലിക. ഉദ്യാനപാലകൻ്റെ സ്ത്രീലിംഗം ഉദ്യാനപാലിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഉദ്യാനപാലികയാണ് ഉദ്യാനപാലകൻ്റെ സ്ത്രീലിംഗം. ഉദ്യാനപാലകൻ, ഉദ്യാനപാലിക. ദെൻ ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. പുല്ലിംഗ സ്ത്രീലിംഗ ശരിയായിട്ടുള്ള ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ലേഖകൻ, ലേഖക, ബി സിംഹം, സിംഹിക, സി സേവകൻ, സേവക, ഡി യവനൻ, യവനി. നോക്കാം. ലേഖകൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് ലേഖികയാണ്.
ലേഖകൻ, ലേഖിക. ഓപ്ഷൻ എ തെറ്റാണ്. ദെൻ സിംഹം, സിംഹത്തിൻ്റെ സ്ത്രീലിംഗം വരുന്നത് സിംഹി എന്നാണ്. സിംഹത്തിൻ്റെ സ്ത്രീലിംഗം സിംഹി. ദെൻ സേവകൻ്റെ സ്ത്രീലിംഗം സേവിക. ദെൻ ഓപ്ഷൻ ഡി യവനൻ്റെത് യവനിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ലേഖകൻ, ലേഖക തെറ്റാണ്. ലേഖകൻ ലേഖികയാണ്. സിംഹം, സിംഹിക തെറ്റാണ്. സിംഹം സിംഹിയാണ്. സേവകൻ, സേവക തെറ്റാണ്. സേവകൻ സേവികയാണ്. ദെൻ യവനൻ, യവനി ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ എ സഖാവി, ഓപ്ഷൻ ബി സാമന്ത, ഓപ്ഷൻ സി സഖി, ഓപ്ഷൻ ഡി സഹപാഠിനി. സഖാവിൻ്റെ സ്ത്രീലിംഗം വരുന്നത് സഖി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സഖാവ്, സഖി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. എ നങ്ങ്യാർ, ബി കൈമൾ, സി തപസി, ഡി സഞ്ചാരി. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ നങ്ങ്യാറ്. നങ്ങ്യാറ് എന്തിൻ്റെ സ്ത്രീലിംഗമാണ്? നമ്പ്യാറിൻ്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യാറ്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റാണ്. കൈമൾ എന്ന് പറയുന്നത് എന്താണ്? നങ്ങ്യാറ് നമ്പ്യാറിൻ്റെ സ്ത്രീലിംഗമാണ്. കൈമളിൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് കുന്നമ്മയാണ്. കൈമൾ, കുന്നമ്മ. അപ്പോൾ കൈമൾ പുല്ലിംഗമാണ്. കൈമളിൻ്റെ സ്ത്രീലിംഗം കുന്നമ്മയാണ് വരുന്നത്. കുന്നമ്മ. ദെൻ തപസി പുല്ലിംഗമാണ്. തപസിയുടെ സ്ത്രീലിംഗം തപസ്വിനിയാണ്. സഞ്ചാരിയും പുല്ലിംഗമാണ്. സഞ്ചാരിണി എന്നാണ് സ്ത്രീലിംഗമായിട്ട് വരുന്നത്. അപ്പോൾ തപസ്വിനിയാണ് സ്ത്രീലിംഗം. സഞ്ചാരിയുടെ സ്ത്രീലിംഗം സഞ്ചാരിണിയാണ്. ഇവിടെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് നങ്ങ്യാർ മാത്രമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്പ്യാർ, നങ്ങ്യാർ, കൈമള്, കുന്നമ്മ, തപസി, തപസ്വിനി, സഞ്ചാരി, സഞ്ചാരിണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ലേഖകൻ ഇപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു. ലേഖകൻ എന്നതിൻ്റെ എതിർലിംഗം ലേഖിക. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ലേഖിക. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ലേഖകൻ, ലേഖിക. ഓപ്ഷൻ ബി സോമി, സോമിനി. ഓപ്ഷൻ സി ദേവൻ, ദേവി. ഓപ്ഷൻ ഡി ജനകൻ, ജാനകി. ഓപ്ഷൻ എ ലേഖകൻ, ലേഖിക കറക്റ്റായിട്ടുള്ള ജോഡിയാണ്. ലേഖകൻ്റെ സ്ത്രീലിംഗമാണ് ലേഖിക. ഓപ്ഷൻ ബി സോമി, സോമിനി കറക്റ്റായിട്ടുള്ളതാണ്. ദേവൻ, ദേവി കറക്റ്റ് ജോഡിയാണ്. ജനകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ജനനിയാണ്. ജനകൻ എന്ന് പറയുന്നത് പിതാവ്, ജനനി മാതാവ്. അപ്പോൾ ജനകൻ സ്ത്രീലിംഗം ജനനിയാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി ലേഖകൻ, ലേഖിക. സോമി, സോമിനി, ദേവൻ, ദേവി കറക്റ്റാണ്. ജനകൻ ജനനിയാണ് വരുന്നത്. ദെൻ പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം കണ്ടെത്തുക. ഓപ്ഷൻ എ പ്രേക്ഷിക, ഓപ്ഷൻ ബി പ്രേക്ഷിത, ഓപ്ഷൻ സി പ്രേക്ഷക, ഓപ്ഷൻ ഡി പ്രേക്ഷകി. പ്രേക്ഷക എന്നാണ് കറക്റ്റ് ആൻസർ. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ സി പ്രേക്ഷക. വിദ്വാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമേത്? ഓപ്ഷൻ എ വിദ്വാവതി, ഓപ്ഷൻ ബി വിദൂഷിണി, ഓപ്ഷൻ സി വിദുഷി, ഓപ്ഷൻ ഡി വിദ്വി. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ സി വിദുഷിയാണ് കറക്റ്റ്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം വിദുഷി. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ദെൻ ഓപ്ഷൻസ് ഓപ്ഷൻ എ വിലാസി, ഓപ്ഷൻ ബി യോദ്രി, ഓപ്ഷൻ സി വിനോദി, ഓപ്ഷൻ ഡി സിംഹം. സ്ത്രീലിംഗത്തിന് ഉദാഹരണമാണ്. വിലാസി എന്ന് പറയുന്നത് പുല്ലിംഗമാണ്.
വിലാസി എന്നതിൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് വിലാസിനിയാണ്. വിലാസിനിയാണ് സ്ത്രീലിംഗം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് അല്ല. ദെൻ ഓപ്ഷൻ ബി യോദ്രി. യോദ്ധാവ് എന്നാണ് പുല്ലിംഗം, അതിൻ്റെ സ്ത്രീലിംഗമാണ് യോദ്രി. അപ്പോൾ യോദ്രി എന്ന് പറയുന്നത് സ്ത്രീലിംഗ രൂപമാണ്, യോദ്ധാവിൻ്റെ സ്ത്രീലിംഗമാണ് യോദ്രി. വിനോദി എന്നതിൻ്റെ വിനോദി പുല്ലിംഗമാണ്, വിനോദിനിയാണ് സ്ത്രീലിംഗമായിട്ട് വരുന്നത്. ദെൻ സിംഹം, സിംഹം പറയുന്നത് ആൺസിംഹമാണ്, സിംഹിയാണ് പെൺസിംഹം, സിംഹി. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് സ്ത്രീലിംഗം വരുന്നത് യോദ്രിയാണ്. യോദ്ധാവ് എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗമാണ് യോദ്രി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. ഓപ്ഷൻ എ നേതി, ഓപ്ഷൻ ബി നേത്രാരി, ഓപ്ഷൻ സി നേത്രി, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം നേത്രി. നേതാവ് നേത്രിയാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ് എ അവൾ, ബി മിടുക്കൻ, സി മകൾ, ഡി സമർത്ഥ. പുല്ലിംഗ ശബ്ദമാണ്. ഇവിടെ വായിച്ചാൽ തന്നെ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ പ്രത്യയം നോക്കാം. അവൾ, മകൾ, സമർത്ഥ എന്നൊക്കെ പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. അൻ എന്ന് വരുന്നത് അൻ അല്ലെങ്കിൽ ആൻ എന്ന് വരുന്നതാണ് പുല്ലിംഗം. അതായത് മിടുക്കൻ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പുല്ലിംഗ ശബ്ദം മിടുക്കൻ എന്നാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻസ് ഓപ്ഷൻ എ കർഷകി, ഓപ്ഷൻ ബി കർഷിക, ഓപ്ഷൻ സി കർഷിണി, ഓപ്ഷൻ ഡി കർഷക. ഓപ്ഷൻ എ കർഷകിയാണ് കറക്റ്റ് ആൻസർ. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ എ കർഷകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻസ് ഓപ്ഷൻ എ വിദുതി, ഓപ്ഷൻ ബി വിടുതി, ഓപ്ഷൻ സി വിദുഷി, ഓപ്ഷൻ ഡി വാർതി. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ സി വിദുഷിയാണ് കറക്റ്റ്. വിദ്വാൻ, വിദുഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻസ് ഓപ്ഷൻ എ മഹതി, ഓപ്ഷൻ ബി നേത്രി, ഓപ്ഷൻ സി നായിക, ഓപ്ഷൻ ഡി നായകി. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം നായിക. നായകൻ, നായികയാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിയുടെ സ്ത്രീലിംഗ പദമേത്? 2 വർഷത്തെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കവിയുടെ സ്ത്രീലിംഗം. കവിയുടെ സ്ത്രീലിംഗം എങ്ങനെയാണ് വരുന്നത്? കവയിത്രിയാണ് കറക്റ്റ്. കവയിത്രി. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. കവയിത്രി. കവിയുടെ സ്ത്രീലിംഗ രൂപം കവയിത്രി. കവയിത്രി, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുല്ലിംഗ ശബ്ദമേതുക. സ്നുഷ. പുല്ലിംഗ ശബ്ദമേതുക. സ്നുഷ. ഓപ്ഷൻ എ സ്നുഷൻ, ഓപ്ഷൻ ബി ജാമാതാവ്, ഓപ്ഷൻ സി ദൗഹിത്രൻ, ഓപ്ഷൻ ഡി ഭാഗിനേയൻ. സ്നുഷ. സ്നുഷ എന്നതിൻ്റെ മീനിങ് വരുന്നത് മരുമോൾ എന്നാണ്. സ്നുഷ മരുമോൾ. അപ്പോൾ മരുമോൻ എന്നായിരിക്കും പുല്ലിംഗം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജാമാതാവ്. ജാമാതാവിൻ്റെ സ്ത്രീലിംഗം സ്നുഷ. ജാമാതാവ്, സ്നുഷ. ജാമാതാവ് എന്ന് പറയുന്നത് മരുമോന്, സ്നുഷ എന്ന് പറയുന്നത് മരുമോള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗമേത്? സ്ത്രീലിംഗ പ്രത്യയം വരാത്തത്. മിടുക്കി. ഈ എന്നത് സ്ത്രീലിംഗ പ്രത്യയമാണ്. ഓപ്ഷൻ ബി മിടുക്ക്. എന്താണ്? സമൃദ്ധോകാരം സ്ത്രീലിംഗ പ്രത്യയമല്ല. ദെൻ തടിച്ചി. സി ഓപ്ഷൻ തടിച്ചി. ചി എന്ന് പറയുന്നത് എന്താണ്? ചി, തീ, ഈ എന്നൊക്കെ പറയുന്നത് സ്ത്രീലിംഗ പ്രത്യയമാണ്. ഓപ്ഷൻ ഡി ഗൗരി. ഈ പ്രത്യയവും സ്ത്രീലിംഗമാണ്. സോ താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഓപ്ഷൻ ബി മിടുക്ക് എന്നാണ് ശരി. ഓപ്ഷൻ ബി മിടുക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമേത്? അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം.
ഓപ്ഷൻസ്: ഓപ്ഷൻ എ അവതാരിക, ഓപ്ഷൻ ബി അവതാരക, ഓപ്ഷൻ സി അവതാരകി, ഓപ്ഷൻ ഡി അവതാരിത. ഓപ്ഷൻ എ അവതാരികയാണ് കറക്റ്റ്. അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ എ അവതാരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സിംഹി എന്ന പുല്ലിംഗ പദം ഏത്? സിംഹി എന്നതിൻ്റെ പുല്ലിംഗ പദം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സിംഹം, ഓപ്ഷൻ ബി സിംഹ, ഓപ്ഷൻ സി സിംഹു, ഓപ്ഷൻ ഡി സിംഹിം. സിംഹി എന്നതിൻ്റെ പുല്ലിംഗ പദം ഓപ്ഷൻ എ സിംഹമാണ് കറക്റ്റ്. സിംഹം എന്നതിൻ്റെ സ്ത്രീലിംഗം സിംഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എതിർലിംഗം ഏതുക? ചെട്ടിച്ചി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചെട്ടി, ഓപ്ഷൻ ബി ചെട്ട, ഓപ്ഷൻ സി ചെട്ടൻ, ഓപ്ഷൻ ഡി ചെട്ടിച്ചൻ. എതിർലിംഗം ഏതുക? ചെട്ടിച്ചി. ചെട്ടിച്ചി പറയുന്നത് സ്ത്രീലിംഗമാണ്. പുല്ലിംഗ രൂപം ചെട്ടി എന്നാണ്. ഓപ്ഷൻ എ ചെട്ടിയാണ് കറക്റ്റ് ആൻസർ. എതിർലിംഗം ഏതുക? ചെട്ടിച്ചി. ഓപ്ഷൻ എ ചെട്ടിയാണ് കറക്റ്റ് ആൻസർ. ചെട്ടി, ചെട്ടിച്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതുക? സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സുധി, ഓപ്ഷൻ ബി സുധ, ഓപ്ഷൻ സി സുധിനി, ഓപ്ഷൻ ഡി സുധിയ. സുധൻ എന്ന പദം അർത്ഥം വരുന്നത് മകൻ എന്നാണ്. മകൻ എന്നാണ് സുധൻ്റെ അർത്ഥം. അപ്പോൾ മകൾ എന്ന് പറയുന്നത് വാക്ക് ഏതാണ്? ഓപ്ഷൻ ബി സുധയാണ്. സുധ, മകൾ. സുധൻ, സുധ എന്നാണ് എതിർലിംഗ ജോഡികൾ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി സുധയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈരി എന്നതിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരി എന്നതിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ വൈരിണി, ഓപ്ഷൻ ബി വൈരാഗി, ഓപ്ഷൻ സി വൈരത്തി, ഓപ്ഷൻ ഡി വൈര. വൈരി എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ എ വൈരിണി. ഓപ്ഷൻ എ വൈരിണിയാണ് കറക്റ്റ് ആൻസർ. വൈരി, വൈരിണിയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? 1 2 3 4 തന്നിട്ടുണ്ട്. ധീരൻ, ധീര, ഏകാഗി, ഏകാഗിനി, പക്ഷി, പക്ഷിണി, തമ്പി, തങ്കച്ചി. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള സ്ത്രീലിംഗ പുല്ലിംഗ ജോഡിയാണ് ധീരൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ധീരയാണ്. ഏകാഗി എന്ന് പറയുന്നതിൻ്റെ സ്ത്രീലിംഗം ഏകാഗിനി. പക്ഷി, പക്ഷിണി ശരിയാണ്. തമ്പി, തങ്കച്ചി. എല്ലാം ശരിയായിട്ടുള്ളതാണ്. ധീരൻ, ധീര, ഏകാഗി, ഏകാഗിനി, പക്ഷി, പക്ഷിണി, തമ്പി, തങ്കച്ചി. അപ്പോൾ ആൻസർ വരുന്നത് എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കിങ്കരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതുക? കിങ്കരൻ സ്ത്രീലിംഗം ഏതുക? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കിങ്കണി, ഓപ്ഷൻ ബി കിങ്കരി, ഓപ്ഷൻ സി കിങ്കവി, ഓപ്ഷൻ ഡി കിങ്കിര. കിങ്കരൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ബി കിങ്കരിയാണ് കറക്റ്റ്. കിങ്കരൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ബി കിങ്കരി. അപ്പോൾ ഇത്രയൊക്കെയാണ് 2024-25 വർഷങ്ങളിൽ വന്നിട്ടുള്ള എതിർലിംഗ ചോദ്യങ്ങൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത്, ഒരുപാട് വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മുന്നത്തെ ഒരുപാട് വർഷങ്ങളിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളതും അതുപോലെ 2026 ചോദിച്ചിട്ടുള്ളതും എല്ലാം ഡിസ്കസ് ചെയ്യാം. പിന്നീട് നമുക്ക് ഒരുപാട് SCERTയിലും മറ്റും വന്നിട്ടുള്ള ഒരുപാട് എതിർലിംഗ വാക്കുകളുണ്ട്. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത പാർട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മലയാളം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.